ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നത്. ഇന്നിപ്പോൾ കാര്യമായിട്ട് എന്തിനാണ് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഔട്ടിന് പോവാണ്. ഡേ ടൈമിൽ ഒരു ഔട്ട് എനിക്ക് അവിടെ വീക്കെൻഡിൽ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒട്ടും മിസ്സാക്കലില്ല. അപ്പോൾ മേക്കപ്പിന് മുമ്പായിട്ട് എൻ്റെ സ്കിൻ പ്രിപ്പറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രൈമറായിട്ടും കുറച്ച് ഗ്ലോക്ക് വേണ്ടി ഇവിടെ സിസ് ബ്യൂട്ടിൻ്റെ ഇലുമിനേറ്റിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഉറങ്ങാണ്ട് കിട്ടിയ കുറച്ച് ഡാർക്ക് സർക്കിൾസൊക്കെ ഇതുപോലെ ഒരു കൺസീലർ വെച്ചിട്ട് ഒന്ന് ഹൈഡാക്കി കളയാം. ഞാനിവിടെ സിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ കൂടി ഇട്ടിട്ട് നമ്മുടെ ബേസ് മേക്കപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യില്ലേറെ നല്ലത് ഈ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാവട്ടോ. പിന്നെ കുറച്ച് സെറ്റിംഗ് പൗഡർ കൂടി എടുത്തിട്ട് സ്വെറ്റ് ചെയ്യുന്ന സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതോടെ നമ്മളെ ബേസ് മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഐ മേക്കപ്പാണ്. അതിനായി ആദ്യം നമ്മൾ ഐ ഷാഡോ വെച്ചിട്ട് ഐ ഒന്ന് അലങ്കോലമാക്കാം. അതിപ്പോൾ അലങ്കോലമാണോ അലങ്കാരമാണോ എന്ന് നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ കണ്ണ് എഴുതുമ്പോൾ വിങ്സ് വരയ്ക്കാൻ പുതിയൊരു ട്രിക്ക് പഠിച്ചിരിക്കണം കേട്ടോ. ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇതുപോലെ റഫായി വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഐലൈനർ കൊണ്ട് വരക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ മസ്കാര കൂടെ ഇട്ടാൽ ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ അടുത്തത് ഐബ്രോ സെറ്റാക്കലാണ്. ഞാനിപ്പോൾ എങ്ങനെ ചെയ്യലെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ കണ്ടോളി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ അതും കൂടി കണ്ടോളി. ഇനി അടുത്തത് മേക്കപ്പിൽ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ബ്ലഷ് ഇടല്. എനിക്കിപ്പോൾ ക്രഷ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പിശുക്കത്തരം ഞാൻ കാണിക്കണില്ല. ഇനി കുറച്ച് ഗ്ലോക്ക് വേണ്ടി കുറച്ച് ഹൈലൈറ്റർ കൂടി ഇട്ടാൽ നമ്മൾ മേക്കപ്പ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്? ഇനിയിപ്പോൾ മേക്കപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താം. ഇപ്പോൾ കുറച്ച് കാലം ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നതിന് യെല്ലോ സ്ട്രിപ്പ് ലൈൻസിലെ ഷർട്ടാണ് കേട്ടോ ഞാനിവിടെ വെയർ ചെയ്യുന്നത്. അതിക്കത ഞാൻ ഈ ഒരു ജേഴ്സി ഹിജാബ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് ആക്സസറീസ് ആവാം. ഒരുപാട് ആക്സസറീസ് ഒന്നും ഞാനിവിടെ ആഡ് ആക്കണില്ല. ഈ ഒരു വാച്ച്, ആ വാച്ചിന് പെയറായിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ വരുന്ന ബ്രേസ്ലെറ്റ് കൂടി ആഡ് ആക്കണുണ്ടേ. എനിക്കാണെങ്കിൽ കുറേ ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ കുഞ്ഞു കൈ ആയതുകൊണ്ട് എല്ലാം കൂടി ഇട്ടാൽ ഭയങ്കര ബോറാവും. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിക്കണം. കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നത് 2-3 ഫോട്ടോസൊക്കെ കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ്. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടോക്കിട്ടോ. അപ്പോൾ ശരി, ബൈ.